നമസ്കാരം. ഹോമിയോപ്പതിയെ പറ്റിയുള്ള ചർച്ച തുടരുകയാണ്. ചോദ്യങ്ങളിലൂടെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ചോദ്യം നമുക്ക് കേൾക്കാം. അല്പം പരിഹാസത്തോടെ ചിലരെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹോമിയോപ്പതിയിലെ ഏത് രോഗത്തിനും ചികിത്സയുണ്ടല്ലോ എന്നുള്ളത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഹോമിയോപ്പതിയിൽ മാത്രമല്ല, നിലവിലുള്ള ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്രത്തിൽ എല്ലാ രോഗങ്ങൾക്കും ചികിത്സയുള്ളതായിട്ട് നമുക്ക് തെളിവുകളൊന്നുമില്ല. ഹോമിയോപ്പതിയിലും മറ്റ് ഇതര ശാസ്ത്രങ്ങളിലും അതിൻ്റേതായ എല്ലാ ലിമിറ്റേഷൻസും എല്ലാത്തിനും ഉണ്ട്. പക്ഷേ ഇതര ശാസ്ത്രങ്ങളിൽ നിന്നും ഹോമിയോപ്പതിയെ വേറിട്ട് നിർത്തുന്നത് പേഷ്യൻസിനോടുള്ള അപ്രോച്ചാണ്. അപ്പം ഞങ്ങൾ രോഗത്തെ അല്ല കാണുന്നത്, രോഗത്തെ അല്ല ചികിത്സിക്കുന്നത്. വി ആർ ട്രീറ്റിംഗ് ദ പേഷ്യൻസ്, നോട്ട് ദ ഡിസീസ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരസുഖവുമായി നമ്മുടെ മുന്നിൽ വരുന്ന ഒരാളെ രോഗിയായിട്ടല്ല കാണുന്നത്. ആ വ്യക്തിക്ക് അനുഭവപ്പെടുന്ന എല്ലാ പ്രത്യേകതകളും അസ്വസ്ഥതകളും ചോദിച്ചു മനസ്സിലാക്കിയാണ് നമ്മൾ മരുന്ന് കണ്ടെത്തുന്നത്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഒരാൾ ഒരു തലവേദനയായിട്ട് വരുന്നു. ആ തലവേദനയായിട്ട് വരുമ്പോൾ അത് ഒരു മോഡേൺ ഡോക്ടറെ അടുത്താണ്, മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് ഇല്ലാണെങ്കിൽ അദ്ദേഹം അത് കുറയാനുള്ള ഒരു പെയിൻ കില്ലർ ആയിരിക്കും കൊടുക്കുക. കാരണങ്ങളിലേക്ക് അങ്ങ് അധികം കിടക്കാറില്ല. പക്ഷേ ഹോമിയോ ഡോക്ടേഴ്സ് അതിൻ്റെ കാരണങ്ങളിലേക്ക് കിടക്കും. എന്തൊക്കെ കാരണം കൊണ്ടാണ് തലവേദന വരാൻ സാധ്യതയുള്ളത്? നമുക്ക് ഇൻഡൈജഷൻ കൊണ്ടുവരാം, ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ് കൊണ്ടുവരാം, ഹൈപ്പർ ടെൻഷൻ കൊണ്ടുവരാം, ഉറക്ക കൂടുതൽ കൊണ്ടുവരാം, ഉറക്കക്കുറവ് കൊണ്ടുവരാം. അങ്ങനെ 100 കൂട്ടം കാരണങ്ങളാണ്. ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ കാരണത്തിനും ഓരോ മരുന്നാണ്. ഇപ്പോൾ വെയിൽ കൊണ്ടുണ്ടാകുന്ന തലവേദനയ്ക്ക് കൊടുക്കുന്ന മരുന്നായിരിക്കില്ല മഴ കൊണ്ടുണ്ടായി കൊടുക്കുന്നത്. അതെനിക്ക് അനുഭവമുള്ള കാര്യമാണ്. അതെ, ഞാൻ കുട്ടിക്കാലത്ത് ഹോമിയോപ്പതി കഴിച്ചത് മാറ്റി നിർത്തിയാൽ ഇപ്പം ഞാൻ കുറച്ച് മുതിർന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് വെയിൽ കൊണ്ടിട്ട് എനിക്ക് തലവേദന ഉണ്ടായപ്പോൾ ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ടായി. അപ്പം എന്നോട് തലവേദന എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം ചോദിച്ചു എന്താണ് കാരണം എന്ന് ഓർത്തെടുക്കാൻ കഴിയും. അപ്പം ഞാൻ പറഞ്ഞു വെയിൽ കൊണ്ടിട്ടുള്ള തലവേദനയാണ്. അപ്പോൾ എനിക്കൊരു ഡോസ് മരുന്ന് തന്നു. ഇത് കഴിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ടും ആ വേദന പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഹോമിയോപ്പതി ഇത്രയും ഇഫക്റ്റീവായിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് എന്നുള്ളത്. അതെ അതെ അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നിൽ വന്നിരിക്കുന്ന രോഗിയുടെ ശാരീരിക പ്രത്യേകതകൾ, മാനസികമായ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ ഒരു അസുഖം ഉണ്ടാകുമ്പോൾ ആ അസുഖം അയാളുടെ മാനസിക തലത്തിലുണ്ടാക്കുന്ന മനോവ്യാപാരത്തിലുണ്ടാക്കുന്ന ആഘാതങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഒരു പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് മരിച്ചു. അപ്പോൾ ആ രോഗിക്കുണ്ടാകുന്ന ചില സംഘർഷങ്ങളുണ്ട്. അത് അയാളിൽ ഒരുപക്ഷെ തലവേദന ഉണ്ടാക്കിയേക്കാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കിയേക്കാം, വിഷാദം ഉണ്ടാക്കിയേക്കാം. അങ്ങനെ പല അവസ്ഥകളുണ്ടാകും. അപ്പോൾ എന്താണ് കാരണമെന്ന് ചോദിച്ച് മനസ്സിലാക്കി ആ കാരണത്തിന് വേണം നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതോടുകൂടി ആ അസുഖം മാറും. ഇത്തരത്തിൽ രോഗിയെ അപ്രോച്ച് ചെയ്യുന്ന സിസ്റ്റം വേറെ ഇല്ല എന്ന് പറയാൻ എനിക്ക് തീർച്ചയായിട്ടും കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ ഓരോ കാരണത്തിനും ഓരോ മരുന്നാണ്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നമുക്ക് എമർജൻസി അല്ലാത്ത, സർജിക്കൽ നെസസിറ്റി ഇല്ലാത്ത അസുഖങ്ങളെ അതേതായാൽ തന്നെ, ഈവൻ ക്യാൻസർ ആണെങ്കിൽ പോലും നമുക്ക് ചികിത്സിക്കാൻ കഴിയും. പക്ഷേ അതിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ആ ലിമിറ്റേഷൻ നമ്മൾ ഉൾക്കൊണ്ട് വേണം ചികിത്സിക്കാനെന്ന് മാത്രം. അതിനായിരിക്കും ഇത്രയധികം ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലേ? എല്ലാവരും ചോദിക്കാറുണ്ട്, ഹോമിയോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്നാൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് കുഴക്കും എന്നുള്ളത്. അത് ഈ ഒരു മെഡിസിനിലേക്ക് എത്താൻ വേണ്ടി ഉള്ള ചോദ്യങ്ങളാണ്. അതൊരു പ്രോട്ടോക്കോളാണ്. കാരണം നമ്മളൊരു കേസ് ടേക്കിംഗ് എന്ന് പറയും. അപ്പോൾ കേസ് ടേക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരാൾ വന്ന് 1-2 കാര്യം പറയുമ്പോൾ അതിന് മരുന്നെടുത്തി കൊടുക്കുന്ന പരിപാടി ഹോമിയോപ്പതിയിലില്ല. നമ്മളതിൻ്റെ വേറബേർഡ്സ് കംപ്ലീറ്റ് ചോദിച്ച് മനസ്സിലാക്കും. ഇനിയിപ്പം ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഡയബറ്റീസ് പോലുള്ള അസുഖമായിട്ട് ഒരാൾ ഒരു എക്സാമ്പിളാണ് വരികയാണെന്നിരിക്കട്ടെ. അപ്പോൾ അയാളുടെ കുടുംബത്തിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ടോ, അച്ഛനൊക്കെ ഉണ്ടോ, അമ്മയ്ക്കുണ്ടോ, ഇനി അപ്പൂപ്പനുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇതിനെയൊക്കെ പലരും പരിഹാസപൂർവ്വം പറയാറുണ്ട്, അപ്പൂപ്പന് ഉണ്ടായിട്ട് എന്താ കാര്യം, അച്ഛനുണ്ട്. അങ്ങനെയല്ല, ഇതൊക്കെ ജനിതകമായി സംഭവിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായി കണ്ടെത്തി അതിന് കൃത്യമായി മരുന്ന് കണ്ടെത്തുകയും ആ മരുന്ന് ആ വ്യക്തിക്ക് അനുഗുണമായ രീതിയിലുള്ള പൊട്ടൻസി കണ്ടെത്തുകയും ആ പൊട്ടൻസിക്ക് കൃത്യമായ രീതിയിലുള്ള റിപ്പീറ്റേഷൻ എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അസുഖം മാറുന്നത്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഹോമിയോപ്പതിയിൽ ഒരു പേഷ്യൻറ്റിനെ സമഗ്രമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സംശയമുണ്ട്.
ഒരുപാട് അസുഖങ്ങളുള്ള ഒരു രോഗി, പക്ഷേ ഡോക്ടറെ അടുത്ത് വന്നിട്ട് ഒരു അസുഖത്തിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ സമഗ്രമായിട്ടാണല്ലോ രോഗിയെ എടുക്കുന്നത്. ലക്ഷണങ്ങളെല്ലാം വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അവരുടെ എല്ലാ അസുഖങ്ങളും അതിനുള്ള മെഡിസിനാണോ കൊടുക്കുക, അത് അല്ലെങ്കിൽ എല്ലാ അസുഖങ്ങളും അതിലൂടെ മാറുമോ? എല്ലാ അസുഖങ്ങളും മാറുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. എന്നാൽ പറയാത്ത അസുഖങ്ങൾ മാറാറുണ്ട്. അതിൻ്റെ കാരണം ഇത്രയും ദീർഘമായ ഡീറ്റെയിലിംഗ് ഉള്ള കേസ് ടേക്കിംഗ് ആണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് വരുന്നു, ഇപ്പം പ്രഷറിന് മരുന്ന് മേടിക്കാൻ വരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അസുഖത്തിന് മരുന്ന് മേടിക്കാൻ വരുമ്പോൾ അയാളുടെ ഫുൾ ഫോക്കസ് എന്ന് പറയുന്നത് അയാളുടെ അപ്പോൾ നിലവിലുള്ള സഫറിങ്സിലായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ വയറുവേദനയായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് വയറുവേദന കുറയുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടാണ് മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത്തരം കേസുകളിൽ അതൊരു എമർജൻസി സിറ്റുവേഷനാണ്. അപ്പോൾ അത്തരം കേസുകളിൽ നമുക്ക് സത്യത്തിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കേസ് ടേക്കിങ്ങിനും പറ്റില്ല. എന്നാൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അയാൾക്ക് പറ്റുന്ന അയാളുടെ അപ്പോഴത്തെ കണ്ടീഷൻ, അയാളുടെ മാനസികാവസ്ഥ, അയാളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു മരുന്ന് കൊടുക്കുന്നു, അത് കുറയുന്നു. സത്യത്തിൽ അത് മാറിക്കഴിയുമ്പോഴായിരിക്കും ആ പേഷ്യൻ്റ് മനസ്സിലാക്കുന്നത് എൻ്റെ മറ്റ് ചില കാര്യങ്ങളുണ്ടല്ലോ അത് കുറഞ്ഞു വന്നു. അയാൾ പിന്നീട് ഒരു വിസിറ്റിങ്ങിലായിരിക്കും ഡോക്ടറോട് പറയുക, ഡോക്ടർ അന്ന് മരുന്ന് തന്നു കഴിഞ്ഞ ശേഷം എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതും മാറി കേട്ടോ എന്ന് പറയാറുണ്ട്. അത് ഒരുപാട് ഹോമിയോ ഡോക്ടേഴ്സിനൊക്കെ അത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് നിരവധി എക്സാമ്പിൾസ് അങ്ങനെയുണ്ട്. അപ്പം നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് അപ്പം അങ്ങനെ ഒരു അനുഭവം, അതായത് ഒരു രോഗത്തിന് ട്രീറ്റ് ചെയ്യാൻ വന്ന രോഗിക്ക് മറ്റ് അസുഖം കൂടി ഭേദമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു അനുഭവം നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും. അപ്പം വളരെ അടുത്ത കാലത്ത് എനിക്ക് ഓൺലൈൻ കേസുകളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ അത്തരത്തിൽ പാലക്കാട് നിന്ന് ഒരു ഓൺലൈനിൽ കണക്ട് ചെയ്ത ഒരു ലേഡി, 34 വയസ്സുള്ള ഒരു ലേഡിയാണ്. അവരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അലർജിക് ആയിട്ടുള്ള ഹൈവ്സാണ്. ഇത് ശരീരം മുഴുവൻ ചൊറിഞ്ഞു കഴിക്കുക. അവർ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു കംപ്ലൈൻറ്റിന് ആയുർവേദം, അലോപ്പതി, യുനാനിയൊക്കെ പരീക്ഷിച്ചിട്ട് കുറയാതെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ആ കേസിൽ ഞാൻ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ വാട്സപ്പ് വീഡിയോ കോളിലൂടെയാണ് കേസെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഡയറക്റ്റ് ചോദിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. എങ്കിലും കേസ് ടേക്കിങ്ങിലൂടെ എനിക്ക് മനസ്സിലായ കാര്യം, അവർക്ക് വേറെ ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട്. തൈറോയിഡ് ഉണ്ട്, അതുപോലെ പോളിസിസ്റ്റിക് ഓവറി, ഫൈബ്രോയിഡ് യൂട്രസ്, അതുപോലെ അവരുടെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല അവരെ സംബന്ധിച്ചാലും ഇതൊന്നുമല്ല പ്രശ്നം. അവരുടെ അപ്പോഴത്തെ സഫറിങ്സ് ഇതാണ്, എപ്പോഴത്തെയും. കാരണം അവരുടെ ഇതുപോലെ അവർക്ക് സത്യത്തിൽ ഒരു കല്യാണ പാർട്ടിക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം, കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം എന്തായാലും ഞാൻ കേസൊക്കെ നോക്കി മരുന്ന് കൊടുത്തു. 1 മാസം കഴിച്ചതിന് ശേഷം അവരെന്നെ തിരിച്ച് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓരോന്ന് ചോദിച്ച് വന്നപ്പം, സാറേ പറയാൻ മറന്നുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. ആ കേസ് എനിക്കിപ്പം നല്ല സുഖമുണ്ട്. കഴിഞ്ഞ ഒരു 10-20 ദിവസമായിട്ട് എനിക്ക് അങ്ങനെ ഒരു വേദനയും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് കുറേ വർഷമായിട്ട് കഴുത്തിന് വേദനയുണ്ട്. അത് മറ്റു ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്, സ്പോണ്ടൈലൈറ്റിസ് ആണ്. സ്പോണ്ടൈലൈറ്റിസ് വന്നിട്ട് അവർക്ക് ഇപ്പം അടുക്കളയിൽ നിന്ന് കറിക്കൊക്കെ അരിയുമ്പോൾ പോലും അവരുടെ ഷോൾഡറിലേക്ക് പെയിൻ വരുമായിരുന്നു. കൈക്ക് ഭയങ്കര തരിപ്പും വേദനയും ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് ഈ മരുന്ന് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കുറയാൻ തുടങ്ങി. 10-20 ദിവസം കൊണ്ട്, 1 മാസം കൊണ്ട് ഇപ്പോൾ അവർക്ക് ആ സഫറിങ്സ് ഇല്ല. ഇതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. അതിപ്പോൾ നമ്മളത് ചോദിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും പറയാത്ത ഒരു കാര്യം അവർക്ക് കൊടുത്ത മരുന്നിലൂടെ കുറഞ്ഞു എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. മറ്റു ഡോക്ടേഴ്സും ഇതേ അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ടാവും. അപ്പം നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഇനിയും ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി.